ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്ററിലൂടെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി എങ്ങനെയാണ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ചോദിച്ചിട്ട് കാണിക്കാമോന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് ലൈവായിട്ട് നമ്മൾ രണ്ടുപേരും യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. സെയിം തന്നെയാണ് കേട്ടോ, എല്ലാവരും യൂസ് ചെയ്യാൻ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതും ഇതുപോലെ തന്നെയാണ്. എപ്പോഴാണോ വൈകിട്ടൊരു 4 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സ്കിൻ കെയർ ചെയ്യാം കേട്ടോ. പകൽ ടൈമിൽ ചെയ്യാത്തതാണ് എപ്പോഴും നല്ലത്, കാരണം സൺടാൻ അടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് 4 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സ്കിൻ കെയർ ചെയ്യാം. ഇനി നമ്മൾ രണ്ടും ഒരുമിച്ചിരുന്ന് വീഡിയോ ചെയ്യുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പേര് അന്നത്തെ വീഡിയോയ്ക്ക്, നമ്മുടെ ഇൻസ്റ്റഗ്രാം വീഡിയോയ്ക്കൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിൽറ്ററാണ്, യു ക്യാമാണ്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി എൻ്റെ കളർ എന്നാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എനിക്കൊപ്പം ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് അറിയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആ ഒരു എന്താ പറയുക, ചേഞ്ചിൻ്റെ വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഗോൾഡൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ചേച്ചി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളതും ഗോൾഡൻ ഓയിലാണ് കേട്ടോ. ചേച്ചിക്ക് മഞ്ചിഷ്ടയുടെ ഓയിലിനേക്കാളും കൂടുതൽ വർക്കാവുക ഗോൾഡൻ ഓയിലാണ്. അപ്പോൾ ചേച്ചി ഗോൾഡൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ടൈമും കാര്യങ്ങളൊക്കെ ചേച്ചി പറയും എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഓയിൽ ആദ്യം തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യും. അപ്പോൾ എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട്. സ്കിൻ താഴേക്ക് മസാജ് ചെയ്ത് എന്താ പറയുക, നമ്മുടെ സ്കിൻ ഇങ്ങനെ സാഗി ആക്കാതെ നോക്കാം. അതുപോലെ തന്നെ മൗത്തിന് ചുറ്റുമൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഓയിൽ മസാജിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ആൻറ്റി ഏജിങ് ആയിട്ടിരിക്കാനും, റിങ്കിൾസ് കുറയ്ക്കാനും, സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും, നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഓയിൽ മസാജ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമുക്ക് അതുപോലെ ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള സ്റ്റെപ്പുകൾ ചെയ്യുന്നത് നമുക്ക് നല്ലതാണ് കേട്ടോ. അപ്പം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഈ ഒരു സ്റ്റെപ്പുകൾ ചെയ്യാം. ഓയിലി സ്കിന്നുകാർ മാക്സിമം ഒരു 5 മിനിറ്റ് തന്നെ നമ്മുടെ സ്കിന്നിൽ ഈ ഒരു ഓയിൽ വെച്ചാൽ മതിയാവും. നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് 20 മിനിറ്റ്, അരമണിക്കൂർ വരെയൊക്കെ വെക്കാം കേട്ടോ. കോമ്പിനേഷൻ സ്കിന്നുകാർക്കൊക്കെ 10 മിനിറ്റ് വയ്ക്കാം. ഞാനൊരു ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണ്, പക്ഷേ എന്നിരുന്നാൽ പോലും ഞാനൊരു 20 മിനിറ്റൊക്കെ വയ്ക്കാറ് ഉണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ പ്രശ്നം വരാറില്ല. എൻ്റെ സ്കിന്നിൽ ഓയിൽ തട്ടിയെന്ന് പറഞ്ഞിട്ട് പിമ്പിൾസ് വരുന്നൊരു സ്കിന്നല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിൽ ഞാൻ വെക്കാറുണ്ട്. ചേച്ചിയുടെ സ്കിൻ ഒരു നോർമൽ സ്കിന്നാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയും ഒത്തിരി ടൈം വെക്കാറുണ്ട്. 6 മണിക്കൊക്കെ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ പാക്ക് ഇടുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ 2 മണിക്കൂറൊക്കെ ഫേസിൽ ഓയിൽ വെക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ പറയാറുണ്ട്. ചിലപ്പം ഓയിൽ തേച്ചിട്ട് മീൻ കട്ട് ചെയ്യാൻ പോകാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമായിരിക്കും പാക്ക് ഇടുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ തേച്ച് മസാജ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോൾഡൻ ഫേസ് പാക്കാണ്. മഞ്ഞൾ സ്യൂട്ട് ആവുന്ന സ്കിൻ ടൈപ്പുകാർക്ക് നന്നായിട്ട് വർക്കാവും. പെട്ടെന്ന് സൺടാൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുപോലെ പാക്ക് മിക്സ് ചെയ്യുക. നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള എന്തിൽ വേണമെങ്കിലും പാക്ക് മിക്സ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത് തൈരിലാണ്. തൈരിൽ ലാക്റ്റിക് ആസിഡിൻ്റെ കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സൺടാൻ കുറയാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സ്കിൻ നല്ലൊരു ബ്രൈറ്റൻ തരാൻ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റ് ചെയ്ത പോലെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യേണ്ട സ്റ്റെപ്പാണ് എല്ലാതും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാക്ക് ഇടുകയാണ് വേണ്ടത്. പാക്ക് നമ്മൾ ഇതുപോലെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള എന്തിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം. തൈര്, പാല്, പൊട്ടറ്റോ ജ്യൂസ്, ടൊമാറ്റോ പൾപ്പ്, എന്തിൽ വേണമെങ്കിലും മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് ഫേസിൽ ഞെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. ഈ ഒരു പാക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിന്നായിട്ടുള്ള ലെയറായിട്ട് ഇടാൻ നിൽക്കരുത്. നല്ല തിക്കായിട്ടുള്ള ലെയറായിട്ട് തന്നെ ഇടാനായിട്ട് നോക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒരു 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ നമ്മൾ സ്പഞ്ച് യൂസ് ചെയ്ത് തുടച്ച് കളയുന്നതാണ്. പിന്നെ വാഷ് ചെയ്യാനായിട്ട് എപ്പോഴും കൂൾ വാട്ടർ, അതായത് ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത വെള്ളം കൊണ്ട് വാഷ് ചെയ്യുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്കിൻ നന്നായിട്ട് ടൈറ്റും ചെയ്ത് വയ്ക്കാനും ഓപ്പൺ പോഴ്സ് നന്നായിട്ട് ഷ്രിങ്ക് ആവാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏത് പാക്കാണ് ഇടുന്നതെങ്കിലും പാക്ക് ഇട്ടതിന് ശേഷം വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല തണുത്ത വെള്ളം കൊണ്ട്, ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത വെള്ളം കൊണ്ട് വാഷ് ചെയ്യുന്നതാണ് നല്ലത്. വാഷ് ചെയ്ത് കളയുന്നേക്കാളും നല്ലത് നമ്മൾ സ്പഞ്ച് ഉപയോഗിച്ച് ഇങ്ങനെ തുടച്ച് മാറ്റി കളഞ്ഞാൽ നമുക്ക് ആ ഒരു പാക്കിൻ്റെ എസൻസ് അല്ലെങ്കിൽ ആ ഒരു പാക്കിൻ്റെ ബാക്കിയുള്ള ബെനിഫിറ്റൊക്കെ നമ്മുടെ സ്കിന്നിലിരുന്ന് കുറേ കൂടി പെട്ടെന്ന് ഫാസ്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വാഷ് ചെയ്ത് കളയുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ വാഷ് ചെയ്ത് കളയല്ലേ ചെയ്യുന്നത്. പക്ഷേ തുടച്ചെടുക്കുമ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മുടെ ആ മുകളിലത്തെ ആ ഒരു ലെയർ മാത്രമേ നമ്മൾ തുടച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. അതാണ് അവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും തുടച്ചെടുക്കുന്നതാണ് നല്ലത്. തുടച്ചെടുത്ത് പാക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ടോണർ, മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിക്കുക. അതാണ് ചെയ്യാനുള്ളത് കേട്ടോ. അത് എപ്പോഴായാലും നമ്മൾ പാക്കിട്ട് വാഷ് ചെയ്ത ഉടനെ ടോണർ യൂസ് ചെയ്തെങ്കിലും മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഇനി പാക്കിട്ട് നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം. നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് കൊടുക്കുക. മാക്സിമം 20 മിനിറ്റ്, 15 to 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്താൽ മതിയാവും. അതിനുശേഷം നമ്മൾ ഇതുപോലെ സ്പഞ്ചോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ കയ്യോ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ തുടച്ച് മാറ്റാം. അപ്പോൾ തുടച്ച് മാറ്റുന്നതാണ്
എപ്പോഴും നല്ലത്. നമ്മൾ കോട്ടൺ പാഡ് ഉണ്ടല്ലോ മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന, അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത്, ഏത് സ്റ്റെപ്പാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുക. വാഷ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് തുടച്ചെടുക്കുന്നത്, ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനും അല്ലെങ്കിൽ നമുക്ക് ഫേസിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് പെട്ടെന്ന് കിട്ടി വർക്കാവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്പഞ്ച് വേണമെങ്കിൽ മേടിച്ചിട്ട് അതുപോലെ വൈപ്പ് ഓഫ് ചെയ്യുക. സ്പഞ്ച് ആകുമ്പോഴത്തേക്ക് നല്ല മൈക്രോ ഫൈബർ ഇതാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിന്നിന് ഹാംഫുൾ ഇല്ലാതെ നമുക്കിത് തുടച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ രണ്ടുപേരും നന്നായിട്ട് വൈപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് കിട്ടും. ചിലർക്ക് സ്കിന്നിലൊരു യെല്ലോ ടിൻ്റ് ഉണ്ടാവും, അത് കുറേ നേരത്തേക്ക് കഴിയുമ്പോഴേക്ക് മാറിപ്പോവും. എൻ്റെ സ്കിന്നിൽ യെല്ലോ ടിൻ്റ് പിടിക്കുന്ന ഒരു സ്കിന്നല്ല, പക്ഷേ ചേച്ചിയുടെ സ്കിന്നിൽ യെല്ലോ ടിൻ്റ് പിടിക്കുന്ന സ്കിന്നാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നമ്മുടെ ഫേസിൽ ആ ഒരു ടിൻ്റ് പിടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. അപ്പം അത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. പിന്നെ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, ചേച്ചി എന്തൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്തതെന്നുള്ള കാര്യം. ചേച്ചി ലിപ്സിന് വേണ്ടിയിട്ട് ലിപ് കെയർ കിറ്റും അതുപോലെ തന്നെ ഫുൾ ഫേസ് ആൻഡ് ബോഡി കിറ്റുമാണ് യൂസ് ചെയ്തത്. അതായത് ബോഡിക്കും വേണ്ടിയിട്ട് മൊത്തത്തിൽ ഇത് 10 ഐറ്റംസാണ്. ലിപ്സും സ്കിന്നിനും വേണ്ടിയിട്ടുള്ള 10 ഐറ്റംസാണ് വരുന്നത്. 10 ഐറ്റംസും കൂടെ ഒരു കിറ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ച് യൂസ് ചെയ്യാം. ബ്രൈഡ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഒരു 6 മന്ത് അല്ലെങ്കിൽ 3 മന്ത്സ് മുന്നേയൊക്കെ നമ്മളിത് ട്രൈ ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റൂ. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ഫോളോ അപ്പ് ചെയ്യുന്നവരാണെങ്കിൽ, നമ്മുടെ ചാനൽ ഫോളോ അപ്പ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, തുടക്കം മുതൽ ഒരു 4-4.5 വർഷം മുന്നേ ഉള്ള വീഡിയോസൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതും ഇപ്പോൾ ലൈവായിട്ടുള്ള വീഡിയോയും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ചേഞ്ചാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ടൈം യൂസ് ചെയ്യണം. എങ്കിലാണ് നമുക്ക് ആ ഒരു വിസിബിൾ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റൂ. ചേച്ചിക്ക് വന്ന മാറ്റം ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ 6 മാസം കൊണ്ടോ വന്നതല്ല. നിങ്ങൾക്ക് തന്നെ കാണാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള അപ്ഡേഷൻസ് നമ്മൾ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു വിസിബിൾ മാറ്റം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ 4-4.5 വർഷം എടുത്തിട്ട് വന്നിട്ടുള്ളൊരു മാറ്റമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴും ട്രസ്റ്റായിട്ട് യൂസ് ചെയ്ത് ലോങ് ടൈം യൂസ് ചെയ്യാനായിട്ടുള്ള ആ ഒരിത് നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നമ്മളത് ചെയ്തിട്ട് കാര്യമുള്ളൂ. പിന്നെ നമുക്ക് ഈ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന വൈറ്റനിങ് ക്രീം പോലെ 7 ഡേയ്സിൽ വെളുത്തിട്ട് പാറും അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല കേട്ടോ. 100% നാച്ചുറലും ആയുർവേദമാണ്. അതുകൊണ്ട് തന്നെ ടൈം എടുക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ. പിന്നെ ഒരുപാട് പേർക്ക് പറ്റിയ കുറേ അബദ്ധങ്ങളുണ്ട്. വൈറ്റനിങ് ക്രീംസൊക്കെ തേച്ചിട്ട് സ്കിന്നിൻ്റെ ബാരിയറും സെൽസൊക്കെ മൊത്തം ഡാമേജ് ആയിട്ട് ഫേസ് നിറയെ ബ്രേക്കൗട്ട്സും പിഗ്മെൻറ്റേഷനും അൺഈവനായിട്ടുള്ള സ്കിൻ ടോണൊക്കെ ആയിട്ട് ഒരുപാട് പേര് നമുക്ക് വാട്സപ്പിൽ DM ചെയ്യുന്നുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള സ്കിന്നൊക്കെ ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ടൈം എടുക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ വൈറ്റനിങ് ക്രീംസൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിൻ്റെ സെൽസ് പോയിട്ടുണ്ടാവും, സ്കിൻ ബാരിയർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ആകെ ഡാമേജ് ആയിട്ടിരിക്കുമായിരിക്കും. അപ്പം ആ ഒരു സ്കിൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നശിച്ചു പോയ സ്കിൻ സെൽസിനെയും ബാരിയറിനെയൊക്കെ ആദ്യം ഇത് റിപ്പയർ ചെയ്യണം. അത് റിപ്പയർ ചെയ്ത് എടുത്ത് അത് നന്നായിട്ട് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ആ ക്ഷമയോടുകൂടി നമ്മളത് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. പക്ഷെ അത് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കിട്ടില്ല. ലോങ് ടൈം യൂസിലേ കിട്ടുള്ളൂ. ആ ഒരു വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ഏത് പ്രൊഡക്ട്സും യൂസ് ചെയ്യാൻ, പ്രത്യേകിച്ച് നാച്ചുറൽ പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് കേട്ടോ. നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും 1 ദിവസം യൂസ് ചെയ്തതുകൊണ്ടോ 2 ദിവസം യൂസ് ചെയ്തതുകൊണ്ടോ റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ എന്താ പറയുക, ചേഞ്ച് കാണിക്കുന്ന സ്കിൻ ടൈപ്പാരുണ്ട്. ഒരു 1 വീക്കിലൊക്കെ നല്ല ചേഞ്ച് അല്ലെങ്കിൽ നല്ല മാറ്റം കാണുന്ന ഒരുപാട് സ്കിൻ ടൈപ്പാരുണ്ട്. എന്നാൽ ഒരു മാറ്റവും കാണാത്ത സ്കിൻ ടൈപ്പാരും ഉണ്ട്. ചില സ്കിൻ ടൈപ്പിന് എന്തെങ്കിലും യൂസ് ചെയ്താൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന സ്കിൻ ടൈപ്പാരുണ്ടല്ലോ, അങ്ങനെയുള്ള സ്കിൻ ടൈപ്പാരുണ്ട്. ചില സ്കിൻ ടൈപ്പാരുണ്ട് എത്ര യൂസ് ചെയ്താലും റിസൾട്ട് കാണാൻ പറ്റാത്ത സ്കിൻ ടൈപ്പാർ. അതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ കട്ടി, അതിൻ്റെ ബാരിയർ, അതിൻ്റെ ടെക്സ്ചർ, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ചിലർ സ്കിൻ ടൈപ്പ് കട്ടി കൂടുതലാണെങ്കിൽ റിസൾട്ട് കിട്ടാനും കുറച്ച് ഡിലേ വരും. ചിലർക്ക് വളരെ എന്താ പറയുക കട്ടി കുറഞ്ഞ സ്കിന്നായിരിക്കും. അങ്ങനെയുള്ള സ്കിൻ ടൈപ്പുകാർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മുടെ ആ ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസിലായാലും ബോഡിയിലായാലും എത്രത്തോളം സൺടാൻ ഉണ്ട്, എത്രത്തോളം പിഗ്മെൻറ്റേഷൻ ഉണ്ട്, എത്രത്തോളം നമ്മുടെ എന്താ പറയുക സ്കിന്നിൻ്റെ സെൽസിനെ ബാധിച്ചിട്ടുണ്ട്, ബാരിയർ ബാധിച്ചിട്ടുണ്ട്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഏത് പ്രൊഡക്ട്സാണ് നമുക്ക് വർക്കായി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും കേട്ടോ. അപ്പം എന്താ പറയുക, ചേച്ചി എങ്ങനെയാണ് പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഒരുപാട് പേർക്കുള്ള ഡൗട്ടായിരുന്നു. ഫിൽറ്റർ ആയിരുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടും ഒരുമിച്ചിരുന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ കളർ നിങ്ങൾക്ക് അറിയാം. എന്തായാലും നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്ക് ഫിൽറ്റർ ഇടട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചേച്ചിയുടെ ഒപ്പം ഞാൻ വന്നിരുന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി നമുക്ക് ചോദിക്കാം, ഒരുപാട് പേര് ചോദിച്ചു ചേച്ചി എങ്ങനെയാണ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് എന്നെ കൊണ്ടുവന്നത്. നമ്മൾ ചേച്ചിയുടെ ചോദിച്ചു, ചേച്ചി എപ്പോഴാണ് നമ്മൾ ഓയിലും പാക്കൊക്കെ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ചേച്ചി ജോലിക്ക് വന്നിട്ടുണ്ടെന്ന് ഞാൻ ഒരുപാട് നാൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വരാൻ ഡിലേ വന്നത്. അപ്പം ജോലിക്ക് പോയിട്ട് വന്നതിന് ശേഷമാണ് ചെയ്യണം. എപ്പോഴാണ് വരുന്നത്? 6 മണിക്ക് വന്ന് ഓയിൽ തേക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പാക്ക് ഇടും. അത് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ക്രീം ഇടും. ഇത്ര സ്റ്റെപ്പുകളാണ് ചെയ്യുന്നത്. പിന്നെ കുളിക്കുന്ന സമയത്ത് ബോഡിയിലൊക്കെ ഓയിൽ തേക്കും, ശരീരത്തിൽ മൊത്തം ഓയിൽ തേക്കും. പിന്നെ നേരത്തെയൊക്കെ ബാത്ത് പൗഡർ ഉപയോഗിക്കായിരുന്നു. ഇപ്പം ജോലിക്ക് പോകുമ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പൗഡർ ഉപയോഗിക്കില്ല, സോപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ലിപ് ബാം ഡെയിലി എങ്ങനെ പോയാലും ഒരു 4-5 തവണ ഇടാറില്ലേ? ഇപ്പം കറന്റ് ലിപ് പാക്ക് ഒന്നും ഉപയോഗിക്കില്ല, വല്ലപ്പോഴും മാത്രമേ ഉപയോഗിക്കുള്ളൂ. നേരത്തെ നല്ല റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ലിപ് കെയർ കിറ്റ് ഫുള്ളായിട്ട് ഉപയോഗിക്കില്ല, വല്ലപ്പോഴും സ്ക്രബ് ചെയ്യുമല്ലേ, സ്ക്രബ് ഉപയോഗിക്കും. ആഴ്ചയിൽ ഒരു ദിവസം സ്ക്രബ് ഉപയോഗിക്കും. ഇപ്പം കാരണം റിസൾട്ട് അത്യാവശ്യം വന്നതിന് പിന്നെ ഡെയിലി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അങ്ങനെ ഇടവിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ സ്ക്രബ് ചെയ്യുന്നത്. പാക്ക് വല്ലപ്പോഴും അപൂർവമായിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. നേരത്തേക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് വന്ന് വീഡിയോ ചെയ്തത്. ഇനി എന്തിനു ചോദിച്ചാലും റിസൾട്ട് തരാൻ പറ്റില്ല, പുള്ളിക്കാരൻ നാളെ പറക്കും. ഇനി അടുത്ത വർഷമായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ അന്ന് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാൻ.